ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നല്ല മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കും എന്ന് ന്യൂസിലും കാര്യങ്ങളിലൊക്കെ പറയുന്നത് കേട്ടിട്ടോ. അപ്പം ഇത് ഞാൻ തലേന്ന് തന്നെ കാണിച്ചൊരു റെസിപ്പിയാണ്. അപ്പം ഇന്ന് ഞാൻ ഒരു ദിവസം എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതാ രാവിലത്തേക്കാണ് ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഉച്ചക്കേക്ക് ലഞ്ചായിട്ട് ഞാൻ എന്തുണ്ടാക്കിയെന്നുള്ളത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാ വൈകിട്ടത്തേക്ക് മാഗിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാഗി. അപ്പം അത് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ട് മക്കൾക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുണ്ടാക്കിയിട്ടുണ്ട്. അത് ഗ്രീൻ പീസും ക്യാരറ്റും അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു മാഗിയാണ് കേട്ടോ. അപ്പം എന്താ മക്കളൊക്കെ കഴിക്കലാണ്. വൈകിട്ടത്തേക്ക് ചായയും മാഗിയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചായൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം എന്താ അടുത്തത് രാത്രിക്കേക്ക് ഫുഡ് ഉണ്ടാക്കലാന്ന്. അപ്പോൾ എന്താ നെയ്ച്ചോറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ മുറിച്ചിട്ടൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴയൊക്കെ ഉള്ള സമയമാണ് കേട്ടോ. അപ്പം കിച്ചണിൽ നിന്നിട്ട് മഴയൊക്കെ കണ്ട് അങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു വൈബാണ്. ചായ അടിച്ച പാത്രം കാര്യങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അടുക്കള മൊത്തം കൊളായിട്ടാണുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും രാത്രിക്കൊക്കെയുള്ള ഫുഡും കൂടി ഉണ്ടാക്കിയതിന് ശേഷം അടുക്കള പാത്രങ്ങളൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് ഇടാമെന്ന്. എന്നാൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അടുക്കളയിൽ, ഫുഡ് കഴിക്കുമ്പോൾ വന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ലാസ്റ്റൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടേന്ന് കേട്ടോ. അപ്പോൾ അതാ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഒരു ഇമോജെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. നല്ല മഴയൊക്കെ ഉള്ള സമയമാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ കറണ്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫ്ലാഷിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ മോള് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കിച്ചണിൽ എന്തെങ്കിലും ജോലിയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മോളെപ്പോഴും ചില സമയത്തൊക്കെ ഭയങ്കര വാശിയും ദേഷ്യവും കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെ സോൾവൊക്കെ ചെയ്യലാണ്. അപ്പം എന്താ കുക്കറിൽ ചിക്കൻ കറിയും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മോൾക്ക് ഇങ്ങനെ കുറച്ച് ഉള്ളിട്ട് തോലും കാര്യങ്ങളിലൊക്കെ വെച്ചിട്ട് അവളങ്ങനെ ഇരുന്ന് അങ്ങനെ കളിക്കുകയാണ്. കുറേ പറഞ്ഞു നോക്കിയിട്ടോ അതിൽ കളിക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയാലും ചില സമയത്ത് അങ്ങനെ വാശിയൊക്കെയാണ്. അപ്പം അതിൽ അങ്ങനെ കുക്കാക്കുന്ന രീതിയിലൊക്കെ അങ്ങനെ അവൾ തന്നെ കഴിക്കുന്ന രീതിയിലൊക്കെ അങ്ങനെ ആയിട്ടൊക്കെ കളിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ രാത്രിക്കേക്കുള്ള ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറ് ഗീ റൈസും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം എന്താ രാത്രിക്കേക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടോ. അപ്പം ഇതിന് ചെള്ളാസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നതിന് ശേഷം എന്താ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി രാത്രി ഫുഡ് കഴിക്കുന്ന നേരത്തേക്ക് വന്നാൽ മതി കേട്ടോ അടുക്കളയിലേക്ക്. അപ്പം ഈ വീഡിയോ കുട്ടി വീഡിയോ ആണ്. ഇതുപോലത്തെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ് ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.